സാറാസ് കൾനറി എസ്കേപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ചെമ്മീൻ അച്ചാറാണ്. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെന്ന് നോക്കാം. അവിടെ എടുത്ത ഇൻഗ്രീഡിയൻസ്: ഇഞ്ചി 3 വലിയ കഷ്ണം, അത് ചെറുതായിട്ട് മുറിച്ചപ്പോൾ ഒരു 1/2 കപ്പ് ഉണ്ടായിരുന്നു. അത് ഒന്ന് ചെറുതായിട്ട് ക്രഷ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇനി അടുത്തത് വെളുത്തുള്ളി, 2 കുടം വെളുത്തുള്ളി, അതും ഒരു 1/2 കപ്പുണ്ട്, അതും ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളക് ഒരു 6 എണ്ണം എരിവുള്ളതാണ്, വട്ടത്തിലരിഞ്ഞ് അത് വെച്ചിട്ടുണ്ട്. കറിവേപ്പില ഒരു 4-5 എണ്ണം ഉണ്ട്. ഇനി നമ്മൾ ചെമ്മീനാണ്. ചെമ്മീൻ 1 കിലോ ചെമ്മീൻ വൃത്തിയാക്കിയതിന് ശേഷം ഒരു 1/2 കിലോ ഉണ്ടാവും. അത് ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പ്, 3/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾ, 2 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്ത് ഒന്ന് വേവിച്ച് വറ്റിച്ചെടുത്തതാണ്. ഇനി മസാലയുടെ ഇൻഗ്രീഡിയൻസ്: കായപ്പൊടി ആവശ്യത്തിന് ആ സമയത്ത് ഞാൻ പറഞ്ഞു തരുന്നതാണ്. 1.5 ടീസ്പൂൺ കടുക്, ഒരു ടീസ്പൂൺ ഫുള്ള് ഉലുവ, പിന്നെ ഉലുവാപ്പൊടി ഒരു ഫുൾ ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് വേണമെങ്കിൽ ചേരുമ്പോൾ പിന്നെ ചേർക്കുന്നതായിരിക്കും. മുളക് പൊടി ഞാൻ 6 ടീസ്പൂണ് മുളക് പൊടിയും ഒരു ഫുൾ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ വിനാഗിരിയിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. നല്ല മസാല കിട്ടാൻ വേണ്ടിയാണ്. മുളക് പൊടി നിങ്ങൾക്ക് കുറയ്ക്കാം, 5 സ്പൂൺ 4 ടീസ്പൂൺ നിങ്ങളുടെ എരിവിനനുസരിച്ച് കുറയ്ക്കാം. ഇവിടെ നമ്മൾ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. 3 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ഒഴിക്കുന്നത്. കാര്യം ഇത് നമുക്ക് ഉപയോഗിക്കാനുള്ളതായതുകൊണ്ട് പിന്നെ ഒരാഴ്ച നമ്മൾ വെളിയിൽ വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചേക്കുന്നതാണ്. അതുകൊണ്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നമുക്ക് മീൻ വറുക്കുന്നതിൽ കുഴപ്പമില്ല. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ അതിലേക്ക് ഇടാം. ഇളക്കുമ്പോൾ മെല്ലെ ഇളക്കണം. പക്ഷേ കുഴപ്പമില്ല, അത് ഉടഞ്ഞു പോകത്തില്ല. കാര്യം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കാരണം ഉടഞ്ഞു പോവില്ല. എന്നാലും മെല്ലെ ഇളക്കുക, ഇത് വേഗം മൂത്ത് കിട്ടും. നമ്മൾ ചെമ്മീൻ ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കിയൊക്കെ ഒന്ന് കഴിയുമ്പോൾ ഒരു 1-2 തണ്ട് കരിയാപ്പലയോട് ഇട്ട് കൊടുക്കുക. അതിനൊരു നല്ല സ്മെല്ലൊക്കെ കിട്ടും. ഇനി അതുപോലെ കണ്ടിന്യൂസ് ഇങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ ഇടയ്ക്കൊന്ന് നോക്കണം, അതിൻ്റെ മൂപ്പ് എന്താ പരുവമെന്നൊന്ന് ഇടയ്ക്കൊന്ന് നോക്കണം. പിന്നെ ഒരുപാട് മൂത്ത് പോവണ്ട. മൂത്ത് ഒരുപാടങ്ങ് അതപ്പം കല്ലിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഈ പരുവമൊക്കെ ആകുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. ഉണ്ടോ? എന്നാലേ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാവത്തുള്ളൂ. പാൻ വെച്ച് എണ്ണ ചൂടായിട്ടുണ്ട്. 4 ടേബിൾ സ്പൂൺ എണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. നല്ലെണ്ണയാണ് ഒഴിച്ചേക്കുന്നത്. കടുകിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇതിനോടൊപ്പം നമുക്ക് ഉലുവയും ഇടാം. ഉലുവയൊന്ന് ചൂടായാൽ മതി. ഉടനെ നമ്മൾ 3 വറ്റൽമുളക് ഇടുന്നുണ്ട്, ചെറുതായിട്ട് പൊട്ടിച്ചിട്ട്. ഇതിന് ശേഷം കറിവേപ്പിലയും പച്ചമുളകും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഇടുന്നത്. പച്ചമുളകിന് ഇച്ചിരി മൂപ്പ് വേണം. പച്ചമുളക് നേരത്തെ ഇട്ടത്. പച്ചമുളക് നന്നായി മുരിയണം, അല്ലെങ്കിൽ നമ്മുടെ അച്ചാർ കേടാകാൻ സാധ്യതയുണ്ട്. ഇനി അടുത്ത് വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളി ഇട്ടൊന്ന് ഇളക്കി കഴിഞ്ഞാൽ പിന്നെ ഇഞ്ചി ഇടാം. ഓരോന്നോരോന്നായിട്ട് ഇടുമ്പോൾ അത് മിക്സ് ആകും. അതിനാണ് ഓരോന്നോരോന്നായിട്ട് ഇടുന്നത്. അടുത്ത ഇഞ്ചി ഇട്ടു. ഇനി ഇത് ഇളക്കിയിട്ട് കണ്ടിന്യൂസ് ഇത് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് നന്നായിട്ട് മൂക്കണം, പച്ച കിടക്കാൻ പാടില്ല. അതുകൊണ്ട് 1 ടീസ്പൂൺ ഉപ്പ് നമുക്കിടാം. അപ്പോൾ വേഗം മൂത്ത് കിട്ടും. അവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ മൂത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് മുളകാണ്. മുളക് നമ്മൾ ഓൾറെഡി നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമുക്ക്
മിക്സ് ചെയ്യുക. അതൊന്ന് ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ കുറച്ച് വിനാഗിരി ഇതിനകത്ത് ഇപ്പോൾ ഒഴിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ മസാല ഒരുവിധം മൂത്തിട്ടുണ്ട്. എണ്ണ ചെറുതായിട്ട് വിടാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഉലുവാപ്പൊടി ചേർക്കാം. ഒരു ടീസ്പൂൺ ഫുള്ള്. അതിൻ്റെ കൂടെ ഇനിയും കായപ്പൊടി 3/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. 3/4 ടീസ്പൂൺ. ഇനി നന്നായി മിക്സ് ചെയ്യാം. ഇപ്പോൾ ഒരുവിധം നമ്മുടെ കണ്ട എണ്ണ വിടാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ മസാല മൂത്തിട്ടുണ്ട്. ഇനി നമ്മളിവിടെ ചേർക്കുന്നത് നമ്മൾ വറുത്ത് വെച്ച എണ്ണയാണ്. നമ്മൾ ചെമ്മീൻ വറുത്ത് അത് കളയാൻ പാടില്ല. അതിൻ്റെ ചെമ്മീൻ്റെ മൊത്തം സത്ത് അതിനകത്താണ്. അതുകൊണ്ട് നമ്മളത് കളയാൻ പാടില്ല. അത് ഇതിനകത്ത് ചേർക്കാം. മസാല നമ്മൾ റെഡി ആയിട്ടുണ്ട്. എണ്ണ വിടാൻ തുടങ്ങിയിട്ട് ഇനി ചെമ്മീനിടാം. ചെമ്മീനിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് എത്ര ആവശ്യമുണ്ടെന്ന് അതിനനുസരിച്ച് ഇടാം. ഇവിടെ ഞാൻ 2 ടീസ്പൂൺ ഉപ്പുകൂടി ഇട്ടിട്ടുണ്ട്. മൊത്തം ഞാൻ 3 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. വിനാഗിരി ഇതിനകത്ത് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഉപ്പിൻ്റെ അളവ് ഇത്ര കൂടിയത്. വിനാഗിരി ഒഴിക്കാൻ നമ്മൾ വെള്ളം ചേർക്കാത്തതുകൊണ്ട് വിനാഗിരി നമ്മൾ വെള്ളത്തിന് പകരം വിനാഗിരി ചേർക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ബിരിയാണി മസാലയാണ് ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അതൊരു വെറൈറ്റി ടേസ്റ്റിന് വേണ്ടിയാണ്. കുട്ടികൾക്കത് ഇഷ്ടപ്പെടും. ഇത് ഓപ്ഷനിലാണ്. ഇവിടെ നമ്മൾ കുറച്ച് വിനാഗിരി ഒഴിക്കുന്നുണ്ട്. അതൊന്ന് ചാറൊന്ന് കുറുകാൻ വേണ്ടി. അത് കഴിഞ്ഞ് നമ്മൾ 1/2 ടീസ്പൂണ് പഞ്ചസാര ചേർക്കുന്നത്. അത് ടേസ്റ്റ് ഒന്ന് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയാണ് ചേർത്തേക്കുന്നത്. ഇവിടെ നമ്മൾ ടോട്ടൽ 1 കപ്പ് വിനാഗിരിയാണ് ഉപയോഗിച്ചേക്കുന്നത്. 1/4 കപ്പ് നമ്മൾ മുളക് കുതിർക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു. ബാക്കി ഉള്ള 3/4 കപ്പ് നമ്മൾ ഇതുവരെ ഉപയോഗിച്ചത്. ഇവിടെ നമ്മുടെ ചെമ്മീൻ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. വെറൈറ്റി ടേസ്റ്റുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ സ്കൂളിൽ കൊടുത്തുവിടാൻ പറ്റിയ അച്ചാറാണ്. എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്ത് എന്നെ സഹായിക്കണം. മുന്നോട്ട് വീഡിയോ ഇടുവാൻ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.